വെൽക്കം ടു അനദർ ഓണം എപ്പിസോഡ് ഓഫ് മസ്കിറ്റ് മദേഴ്സ്. ഞാൻ ശ്രീവിദ്യ രവീന്ദ്രൻ. ഓണമൊക്കെ അല്ലേ, ഒരു കിടലൻ പായസമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏത് പായസം ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ഗോതമ്പ് പ്രഥമൻ. ചക്കപ്രഥമൻ എല്ലാവർക്കും സുപരിചിതമാണ്, അതുപോലെ തന്നെ ഗോതമ്പ് പ്രഥമനും. പക്ഷേ ചക്കയും ഗോതമ്പ് ചേർത്തുള്ള ഒരു കോമ്പിനേഷൻ എത്ര പേർക്ക് സുപരിചിതമാണെന്ന് അറിയില്ല. അറിയാത്തവർക്കായി ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് നുറുക്ക് ഗോതമ്പ്, 1 കപ്പ് ചക്ക വരട്ടിയത്, കുറച്ച് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി. ഇത് 2 തേങ്ങാപ്പാല് പിഴിഞ്ഞതിന്റെ 2ാം പാലാണ്, ഇത് 1ാം പാല്. കുറച്ച് നെയ്യ്, ഏലക്കാപ്പൊടി, ചുക്കും ജീരകം പൊടിച്ചത്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ശർക്കര. ഞാനൊരു 6 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം നമുക്ക് പാകം നോക്കിയിട്ട് യൂസ് ചെയ്യാം. ഉണ്ടാക്കുന്നതിന് മുൻപ് നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ചക്ക വരട്ടിയത് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിനു വേണ്ടി ഇതേ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായ ശേഷം ചക്ക ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കയും ഗോതമ്പും നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. മധുരം നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മധുരം നോക്കിയിട്ട് ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ. പത്ത് മിനിറ്റ് നന്നായി തിളച്ച വന്ന് ഒന്ന് പാകമാവണം, ഒന്ന് കുറുകി വരണം. അതിനുശേഷം നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ച് പറ്റി തുടങ്ങി, കുറുകി തുടങ്ങി. ഇനി നമുക്ക് ഈ സമയത്ത് മധുരം നോക്കാം. കുറച്ച് മധുരമാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചുക്കും ജീരകവും കൂടി പൊടിച്ചതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പായസം എന്റെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ചിലർ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് നല്ല കുറുകി 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം. ഇത് തിളക്കരുത്. പായസം നല്ല പാകമായിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തുമാണ്. ഇനി അവസാനമായി നമുക്ക് പായസത്തിലേക്ക് ഇത് ആഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോ ഇത്തവണത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ ചക്ക ഗോതമ്പ് പ്രഥമൻ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് സെർവ് ചെയ്യാം.
അപ്പൊ അടിപൊളി പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഹാപ്പി ഓണം.